Hello everyone. So welcome back to another episode of Topic Discussion. ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ മാരേജോ അതെനിക്ക് വേണ്ട. ഇതാണ് പലരും നമ്മൾ യങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ പലരും പറയുന്ന ഒരു ആൻസർ, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മാരേജിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് പറയുന്നതാണ് എനിക്ക് വേണ്ട, എനിക്ക് താല്പര്യമില്ല. അതിന് ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കാം. ഒന്നുകിൽ അവർക്കൊരു മാരേജിനെ കുറിച്ചിട്ടുള്ള ഫിയർ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ താല്പര്യമേ ഇല്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ വിശ്വാസമില്ലാത്തവരായിരിക്കാം. അതും അല്ലെങ്കിൽ ഒരു പക്ഷേ ചുറ്റുപാടും അൺസക്സസ്ഫുൾ ആയിട്ടുള്ള മാരേജസ് കണ്ടതുകൊണ്ടുള്ള റിയാക്ഷൻ ആയിരിക്കാം. എന്തും ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് ഒരു ഹെൽത്തി ഒരു സൊസൈറ്റി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ മാരേജസ് ഒരു അനിവാര്യമായിട്ടുള്ള ഘടകം തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം പല കൺട്രീസും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവരുടെ യങ്സ്റ്റേഴ്സിന് കല്യാണത്തിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കാനുള്ള താല്പര്യം വളരെയധികം കുറഞ്ഞു വന്നിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്ന് വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജപ്പാൻ പോലെയുള്ള കൺട്രീസ്. അപ്പം നമുക്ക് അതുവരെ എത്താതിരിക്കുന്നതാണ് നല്ലത്, അല്ലേ? ഇപ്പൊ തന്നെ അതിനുള്ള ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ യങ്സ്റ്റേഴ്സിന് മാരേജ് ആൻഡ് ഫാമിലി എന്നുള്ള കോൺസെപ്റ്റിൽ വീണ്ടും വിശ്വാസം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഈ ഒരു കാര്യം കൊണ്ടും പിന്നെ എനിക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കായ മദർഹുഡ് ആൻഡ് വർക്കിംഗ് വിമനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള മാരേജ് ആൻഡ് സക്സസ്ഫുൾ മാരേജ് എന്നുള്ള ടോപ്പിക്കെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് ആ ടോപ്പിക്കിൽ എത്തിയിട്ട് ആ ടോപ്പിക്കിനെ എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യം കൊണ്ട് ആണ് ഞാൻ ഈ ടോപ്പിക് ഇന്ന് ചെയ്യാനുള്ള കാരണം. എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി അവരുടെ മാരേജിനെ പറ്റിയിട്ടുള്ള ഒരു മിസ്കോൺസെപ്റ്റ് ഇല്ലാതെ ആക്കാനും, ഒരു ഫിയർ റെഡ്യൂസ് ചെയ്യാനും, എങ്ങനെ നമുക്ക് ചാൻസസ് ഓഫ് ഫെയിലിയർ ഇല്ലാതെ ആക്കാം എന്നുള്ള ഒരു 4-5 പോയിന്റ്സ് ആണ് ഞാനിവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പോയിന്റ്സ് കവർ ചെയ്യുന്നത് ലീഗൽ കൺസൾട്ടൻസ് ആൻഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ റിസർച്ച് പേപ്പേഴ്സിന്റെയും എൻ്റെ HR എക്സ്പെർട്ടീസിനെയും മൂന്നും മിക്സ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കവർ ചെയ്യുന്ന 4-5 പോയിന്റ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ 4-5 പോയിന്റ്സ് മാത്രമല്ല, നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാരേജ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അതൊരു സീരിയസ് പ്രോജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒന്നും ഫെയിൽ പ്രൂഫ് അല്ല. ഇപ്പം നമ്മളൊരു വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ഏത് പ്രോജക്റ്റാണ് ഫെയിൽ പ്രൂഫ്? എറേഴ്സ് ആർ ബൗണ്ട് ടു ഹാപ്പൻ. പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു പ്രോജക്റ്റും ഇല്ല, ഒരു സിറ്റുവേഷനും ഇല്ല. അപ്പം നമ്മൾ അതിനെ എത്ര മിനിമൈസ് ചെയ്യാം, ആ എറേഴ്സിനെ എത്ര മിനിമൈസ് ചെയ്യാം, കോൺഫ്ലിക്ട്സിനെ എത്ര മിനിമൈസ് ചെയ്യാം, പ്രോബ്ലംസിനെ എത്ര മിനിമൈസ് ചെയ്യാം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് മാരേജിലേക്കും കൊണ്ടുവരുന്നത്. ഇപ്പൊ പണ്ടത്തെ കുറച്ച് വാല്യൂസും ഇപ്പോഴത്തെ ന്യൂ ഇൻഫർമേഷൻ ടെക്നോളജി റെവല്യൂഷന് പറ്റിയ സിനാരിയോയിലേക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയ കുറച്ച് പോയിന്റ്സും മിക്സ് ചെയ്തിട്ടാണ് ഈ പോയിന്റ്സ് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് ഇവിടെ. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയും, ഉൾക്കൊള്ളാൻ കഴിയും എന്ന് എനിക്ക് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൺസേൺസ് ആസ് ഓൾവേസ് ആർ വെൽക്കം. അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ഇതുമായിട്ട് അംഗീകരിക്കാത്ത പോയിന്റ്സ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന പോയിന്റ്സ് എല്ലാം എനിക്ക് മെസ്സേജ് ചെയ്യണം. സോ ഐ ബി ഈഗർ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ പോയിന്റ്സിലേക്ക് വരാം. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എവ്രിതിങ് ഞാൻ പറഞ്ഞതുപോലെ ആർ പ്രോൺ ടു എറേഴ്സ്, കോൺഫ്ലിക്ട്സ്, പ്രോബ്ലംസ് എല്ലാം ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. അതിനെ മിനിമൈസ് ചെയ്യാം എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഈ പോയിന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ ഒരിക്കലും പ്രോബ്ലംസ് ഉണ്ടാവില്ല, എല്ലാവരുടെയും ലൈഫ് വളരെ സ്മൂത്ത് ആയിരിക്കും വിത്തൗട്ട് എനി അപ്സ് ആൻഡ് ഡൗൺസ്, റോളർ കോസ്റ്റേഴ്സ് ഇല്ലാത്ത ഒരു ലൈഫ്, അതൊന്നുമല്ല ഗ്യാരണ്ടി ചെയ്യുന്നത്. പ്രോബ്ലംസ് ആൻഡ് എറേഴ്സ് ആൻഡ് മിസ്റ്റേക്സിനെ എങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാരേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു ട്രഡീഷണൽ ഇതായിട്ട് കാണാൻ പറ്റില്ല. എവറിത്തിങ് ഈസ് ഇവോൾവിങ്. എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മാരേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ അറേഞ്ച് മാരേജ് എന്നൊരു കോൺസെപ്റ്റിനെയാണ് എടുക്കാൻ പോകുന്നത്. ലവ് മാരേജസിനെ പറ്റിയിട്ട് എനിക്ക് അധികം റിസർച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അധികം അറിവില്ല. ഞാൻ വേണമെങ്കിൽ റിസർച്ച് ചെയ്തിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ അറേഞ്ച് മാരേജ് എന്ന കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത്.
അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യാം, താല്പര്യമുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അറേഞ്ച് മാരേജ് എന്നുള്ളത് വളരെ ഓൾഡ് കോൺസെപ്റ്റ് ആണ്, നമ്മുടെ കമ്മ്യൂണിറ്റി കൾച്ചർ എല്ലാം. ആൻഡ് അഗെയിൻ ഇത് ഇന്ത്യനെ ഫോക്കസ് ചെയ്തിട്ടാണ്, മറ്റുള്ളവരെ ഫോക്കസ് ചെയ്തിട്ടല്ല. അപ്പോൾ എക്സ്ക്യൂസ് മീ, അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റീസ് ആൻഡ് കൾച്ചറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാച്ച് മേക്കിംഗ് പേഴ്സണോട് നമ്മുടെ പ്രൊഫൈൽ കൊടുക്കുന്നു, അയാൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു മാച്ച് മേക്കിംഗ് സിമിലർ മാച്ചിങ് ആയിട്ടുള്ള പ്രൊഫൈൽസ് കൊണ്ടുവരുന്നു, അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇപ്പം അതിന് പകരം ഓൺലൈനായിട്ടും അല്ലാതെയും ഒരുപാട് ആളുകൾ, ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിൽ ഒന്നിലും ആസ് ഓൾവേസ് സക്സസ് ഇസ് നോട്ട് ഗ്യാരണ്ടീഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ എറേഴ്സ് മിനിമൈസ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്തായാലും അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ ഗവൺമെന്റ് സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ട് തന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പ്രൊവൈഡഡ് ആണ് പ്രോപ്പർ കൺസൾട്ടൻസിന്റെ അടുത്ത് നിന്ന്. ലീഗൽ ഓർ ഐ തിങ്ക് ഈവൻ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് പ്രൊവൈഡ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, നിങ്ങളത് റിസർച്ച് ചെയ്ത് നോക്കണം. പക്ഷെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അവൈലബിൾ ആണ് നമ്മുടെ കൺട്രിയിൽ. ആസ് വെൽ ആസ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്, അതായത് നിങ്ങൾ ഒരു ഡിവോഴ്സ് കഴിഞ്ഞ വ്യക്തിയാണെങ്കിലും നിങ്ങൾക്കൊരു പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിങ്ങിന് പോകാവുന്നതാണ്. കാരണം നിങ്ങൾ വീണ്ടും ഒരു മാരേജിലേക്ക് എത്തുന്നതിന് മുമ്പേ നിങ്ങളുടെ എല്ലാ ഇമോഷണൽ ആൻഡ് വാട്ട് എവർ പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്തു എന്നുള്ളത് നിങ്ങളൊരു പ്രോപ്പർ കൺസൾട്ടന്റിനെ കണ്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ രണ്ടാമതൊരു മാരേജിലേക്ക് ജമ്പ് ചെയ്യാൻ. അല്ലാതെ ഒന്നും നോക്കാതെ വീണ്ടും ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ സ്വയം എത്തിപ്പെടാതെ ഇരിക്കാനാണ് നമ്മളിത് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ആൻഡ് മാൻഡേറ്ററിലി ആരൊക്കെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവർ, ഗോ ഫോർ എ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും മാരേജ് എന്നാൽ എന്താണ്. അതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആണ്. ആ കമ്മിറ്റ്മെന്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ പ്രോബ്ലംസിനെ റിസോൾവ് ചെയ്യണം, എങ്ങനെ കോൺഫ്ലിക്ട്സിനെ റെഡ്യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള മിനിമം കാര്യങ്ങളെങ്കിലും നമുക്കൊരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗിൽ നിന്ന് ഓരോ വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണെന്നാൽ, ലുക്ക് ഫോർ സിമിലർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്. ഇപ്പം നമ്മളിവിടെ പ്രോബ്ലംസ് ആൻഡ് കോൺഫ്ലിക്ട്സ് റെഡ്യൂസ് ചെയ്യാൻ നോക്കുകയാണ് അല്ലേ. അപ്പം നമുക്കൊരു നമ്മളിപ്പോൾ ഒരു കൂട്ടുകുടുംബം സിറ്റുവേഷനിൽ നിന്ന് വരികയാണെങ്കിൽ അവർക്കൊരു ന്യൂക്ലിയർ ഫാമിലിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷെ വളരെ ബുദ്ധിമുട്ടായിരിക്കാം. സിമിലർലി ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഒരു കൂട്ടുകുടുംബം സെറ്റപ്പ് ആയിട്ട് മിങ്കിൾ ചെയ്യാൻ ഒരു പക്ഷെ വളരെ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം ഒരു നമ്മളുമായിട്ടുള്ള സിമിലർ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ കുറെ കൂടി കോൺഫ്ലിക്ട്സ് ആൻഡ് പ്രശ്നങ്ങളെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ പ്രൊഫഷണൽ സിമിലാരിറ്റിയും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് ഇതിന്റെ കൺസൾട്ടൻസ്, ഇതിലെ സ്പെഷ്യലിസ്റ്റുകൾ പറയുന്നത്. അതായത് ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്ക് ഒരു സാലറീഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് ഫാമിലി ടു ബിസിനസ് ഫാമിലി ആണെങ്കിൽ അവിടെ കുറച്ചും കൂടി ഫിനാൻസ് മാനേജ്മെന്റ് കുറെ കൂടി സിമിലർ ആയിരിക്കും. ഫാമിലി സിറ്റുവേഷൻ കുറെ കൂടി സിമിലർ ആയിരിക്കും. അതുകൊണ്ട് കോൺഫ്ലിക്റ്റിന്റെ chances are much lesser, adjustment chances are much lesser compared to people coming from വേറൊരു കംപ്ലീറ്റ്ലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളെക്കാളും സിമിലർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ എറേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ തേർഡ് പോയിന്റ് എന്താണെന്ന് ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് കൃത്യവും വ്യക്തവുമായിട്ട് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയോട് പറയണം. ചിലർ അതെല്ലാം മറച്ചു വെച്ചിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അതെല്ലാം സോൾവ് ചെയ്യാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് വലിയൊരു മണ്ടത്തരമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ എന്താണോ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, കറന്റ് സിറ്റുവേഷൻ, അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്കൊരു ഒരു നല്ലൊരു ഹാപ്പി, നിങ്ങൾക്കൊരു പീസ് ഓഫ് മൈൻഡ് വേണ്ടേ, അല്ലേ? അപ്പൊ നിങ്ങളൊരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്കും സമാധാനമായിട്ട് ജീവിതം മുന്നോട്ട് പോകും, അവർക്കും സമാധാനമായിട്ട് നിങ്ങളോടൊപ്പം ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുന്നതാണ്. അതെല്ലാം ഒരുപാട് കള്ളത്തരങ്ങൾ, ഫിനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ച് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അത് വീണ്ടും ഒരുപാട് കോംപ്ലിക്കേഷൻസിൽ എത്തിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 റീസൺ ഫോർ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ എന്തായാലും സീരിയസ് ആയിട്ട് എടുത്ത് കൺസിഡർ ചെയ്യുക.
ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി ഈസ് മാൻഡേറ്ററി. പിന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ആംബിഷനും കൂടി ഷെയർ ചെയ്യുക. അതായത് ഇപ്പം നിങ്ങൾ വളരെ പ്രൊഫഷണലി ആംബിഷ്യസ് ആയിട്ടുള്ള ആളാണ്, നിങ്ങളുടെ പാർട്ട്ണർക്ക് അത്രയും ആംബിഷൻ ഇല്ലെങ്കിൽ അത് അഗൈൻ ഒരു ഡിസ്പാരിറ്റി കൊണ്ടുവരും. അത് അഗൈൻ ചാൻസസ് ഓഫ് എറർ ആൻഡ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു വലിയൊരു പ്രശ്നമാകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദയവായി നിങ്ങളുടെ ഫിനാൻഷ്യൽ ആംബിഷനും നിങ്ങളുടെ വുഡ് ബിയുമായിട്ട് ഷെയർ ചെയ്യുക. കാരണം ചില സിറ്റുവേഷനിൽ ഒരു പക്ഷെ ഒരു പാർട്ട്ണർ, ഒരു സ്പൗസ് വളരെ സക്സസ്ഫുൾ ആകുന്നു, വളരെ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയി കഴിഞ്ഞിട്ട് പക്ഷെ അയാളുടെ പാർട്ട്ണർക്ക് അത്രയും ഇതാവാൻ താല്പര്യമില്ല. അത്രയും ഒരു ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കാനോ കാറുകളിൽ പോകാനോ വാട്ട് എവർ ഹാൻഡ് ബാഗ്സോ ഡ്രസ്സസോ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്. എല്ലാവരും ഒരേ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കണം എന്നില്ലല്ലോ. അപ്പൊ ചിലർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുണ്ട്. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് പിന്നെ ഒരു ഡിവോഴ്സിലായി, കാരണം എന്റെ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുന്നില്ല ഇവര്, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇവര്, എന്റെ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സിൽ എത്തിക്കുന്നതിനേക്കാളും നല്ലത് അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. എനിക്ക് ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ആംബിഷൻസ് ഉള്ള ആളാണ്, ഇതിനോടൊപ്പം സഞ്ചരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഇത്രയും ഫിനാൻഷ്യൽ ആംബിഷൻ ഇല്ല, നിങ്ങൾക്ക് ഒരു സാധാരണമായ ഇതിൽ നിങ്ങൾ ഹാപ്പിയാണ് എന്നുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. സോ നിങ്ങൾ തമ്മിൽ നല്ലൊരു കോമ്പാറ്റബിലിറ്റി ഫോർ എ ലോഞ്ചെവിറ്റി, മാരേജ് ഓഫ് ലോഞ്ചെവിറ്റി, ലൈക്ക് ഒരു ലോങ് മാരേജിൽ ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് സ്പെഷ്യലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഇതും കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. 4th പോയിന്റ്, സിമിലർ വാല്യൂ സിസ്റ്റംസ്, ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന ഹോബി ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് വാല്യൂസ് ഉള്ള ഒരാളാണെങ്കിൽ അവിടെയും കോൺഫ്ലിക്ട്സ് നമുക്ക് ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. കാരണം ഇപ്പോൾ ഒരാൾക്ക് രണ്ടുപേരും ഡിഫറെൻറ്റ് വ്യൂസ്, വാല്യൂസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഹോബീസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം വളരെ കുറവായിരിക്കും. കാരണം ഒരു പക്ഷെ ഒരാൾക്ക് മൂവീസ് പോകാനായിരിക്കും താല്പര്യം, ഒരാൾക്ക് അവരുടെ പാർട്ട്ണർക്ക് ഒരു പക്ഷെ വീട്ടിലിരിക്കാനായിരിക്കാം താല്പര്യം. അപ്പൊ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ റെഡ്യൂസ് ആക്കുന്നു, പ്രോബ്ലംസ് ഓർ കൺഫ്യൂഷൻസ് ഓർ സംശയങ്ങൾ ഉടലെടുക്കാനുള്ള ചാൻസസ് അധികമാണ്. അപ്പൊ ഇതിനേക്കാളും ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് സിമിലർ ഇൻട്രസ്റ്റ്, ഹോബീസ് ആൻഡ് വാല്യൂസ് ഷെയർ ചെയ്യുന്നവരാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദാറ്റ് ഇത് കുറച്ചും കൂടി കോൺഫ്ലിക്ട്സ് ആൻഡ് എറേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുമല്ല, ഇപ്പൊ പല സിറ്റുവേഷനിലും ഞങ്ങൾ ഓപ്പോസിറ്റ്സ് ആണ്, പക്ഷെ ഞങ്ങൾ അട്രാക്റ്റഡ് ആയി. ആൻഡ് അതിലപ്പോൾ ഒരാളെ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണം മറ്റൊരാളുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പൊ എത്ര കാലം ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ്? ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്. ഒരു ലൈഫ് ലോങ് ഒക്കെ നമ്മുടെ സ്വന്തം ആവശ്യങ്ങളെയും ഇൻട്രസ്റ്റുകളെയും ഇല്ലാതെയാക്കി വേറൊരാൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോയി ആ ഫ്രസ്ട്രേഷൻ ഉള്ളിൽ വെച്ച് അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിച്ച് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് അല്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒരുപാട് വന്നിട്ട് അത് ഡിവോഴ്സിൽ അവസാനിക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനെ അങ്ങനെ ഒരു എസ്കലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് എത്തിക്കാതെ, കൊണ്ടുപോകാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സിമിലർ വാല്യൂ സിസ്റ്റംസ്, ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് ഉള്ളവർ ഒരുമിച്ച് പോകാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സ്, പൊട്ടിത്തെറികളും ഫ്രസ്ട്രേഷൻസും എല്ലാം റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ 4 points കവർ ചെയ്തു തോന്നുന്നു. ഫസ്റ്റ് വൺ, pre-marital counseling. Second one, similar family backgrounds. Third one, financial transparency. Fourth one, similar value systems. Fifth one, എന്താണെന്നാൽ ഹെൽത്ത് ട്രാൻസ്പെറൻസി ആൻഡ് ഓറിയന്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സർജറിയോ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന വുഡ് ബിയുമായിട്ട് എന്തായാലും ഷെയർ ചെയ്തിരിക്കുക. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവർക്ക് എന്തിനാണ് അങ്ങനെ ഒരു ഇരുട്ടിൽ വെച്ചിട്ട് പിന്നെ സത്യം അറിയുമ്പോൾ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എന്തായാലും ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാരേജിന് മുന്നേ തന്നെ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമായിട്ട് എന്തെങ്കിലും സർജറി, ഈവൻ ഒരു ലാസിക് ട്രീറ്റ്മെന്റ് ഫോർ ദ ഐ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കല്യാണം കഴിക്കുന്ന ആളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ചിലർ ലെൻസ് ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം, അവർ രാത്രി മാത്രം സ്പെക്സ് വെക്കുന്നുണ്ടാവും, അത് ഡിസ്കസ് ചെയ്യുക. അല്ലേ, നിങ്ങൾ ഒരു 24/7
നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നതാണ് ലൈഫ് ലോങ്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു ട്രാൻസ്പെറൻസി ആൻഡ് ഡിസ്കഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും ഒരു സമാധാനമായിട്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യും. നിങ്ങളുടെ പാർട്ട്ണർക്കും സംശയങ്ങളില്ലാത്ത, സംശയങ്ങൾക്ക് ഇടവരുത്താത്ത ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് നല്ലൊരു കാം ആൻഡ് സെറീൻ എൻവയറമെന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ പലരും പറയും ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി എന്നൊക്കെ പറയും, അത് കുറച്ച് കോൺഫിഡൻഷ്യൽ അല്ലേ, ഞങ്ങൾ എന്തിനും ഞങ്ങളുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന്. കല്യാണം കഴിക്കാൻ പോകുന്ന ആള് നമ്മളെ ഒരു ഫാമിലി ആവാൻ പോവാണ്. നമ്മളുമായിട്ട് ഒരു 24/7 ഹോൾ ലൈഫ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുമായിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്തായാലും ഡിസ്കസ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഡേറ്റിങ്ങോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പറയാൻ കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ നമ്മൾ മാരേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും കുറച്ച് ഒരു ഐഡിയ കിട്ടും എവിടേക്കാണ് എന്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ എന്തായാലും ഈ 5 പോയിന്റ്സ് ഓർമ്മ വെച്ച് എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ആരാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് അവരൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് എന്ത് പോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ചാലഞ്ചസ് ആയിട്ട് തോന്നുന്നത് എന്നതിനെ കുറിച്ചൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നിങ്ങളുടെ വുഡ്ബിയുമായിട്ട് ഷെയർ ചെയ്യുക. ദിസ് ആർ ദ ബേസിക്സ് ദാറ്റ് ഐ എം ലുക്കിംഗ് ഫോർ. അപ്പൊ അവർക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾ എന്തൊരു തരം വ്യക്തിത്വത്തിനുടമയാണ്, അവരുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവണുണ്ടോ എന്നൊക്കെയുള്ള ഒരു ഐഡിയ അവർക്കും കിട്ടും, നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ മാരേജിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എങ്ങനെ തരത്തിലുള്ള ഒരു മാരേജ് റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒരു പഴയ ജനറേഷനിലുള്ള ആളുകൾക്ക് തോന്നും ഇതെന്താ പ്രോജക്റ്റ് ആണോ, ഇതെന്തൊരു ജോബാണോ, ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ചെക്ക് ലിസ്റ്റ് കട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ. നമ്മൾ എറേഴ്സ് റെഡ്യൂസ് ചെയ്യാനാണ് നോക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഒരു ചേഞ്ചിങ് ടൈമാണ്. ഇൻഫർമേഷൻ, ഞാൻ പറഞ്ഞതുപോലെ ഇൻഫർമേഷൻ ഓവർലോഡ് ഉള്ള ഒരു ടൈമിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ന്യൂ ടൈമിനനുസരിച്ച് നമ്മളെ അഡാപ്റ്റ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ മാരേജിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എന്ത് തരത്തിലുള്ള ഒരു ലൈഫാണ് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടും. നിങ്ങളെ ലൈഫ് ലോങ് ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരാൾക്കും ഒരു ക്ലാരിറ്റി കിട്ടും. അഗെയിൻ നമ്മൾ പ്രശ്നങ്ങൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനല്ല, മിനിമൈസ് ചെയ്യാൻ, എത്രമാത്രം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഓപ്ഷൻസ് ആണ് ഇതെല്ലാം എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അഗെയിൻ ഒരു ലൈഫും എറർ ഫ്രീ അല്ല, ഒരു പ്രോജക്റ്റും പ്രോബ്ലം ഫ്രീ അല്ല. എല്ലായിടത്തും പ്രോബ്ലംസും എറേഴ്സും എല്ലാം ഇറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്. അപ്പം അതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, എങ്ങനെ കോൺഫ്രണ്ട് ചെയ്യാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ പോയിന്റ്സിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതെല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആൻഡ് അഗെയിൻ ഈ സോഷ്യൽ സിറ്റുവേഷൻ അനലൈസ് ചെയ്യൽ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ട്രാൻസ്പെറൻസി, ഇതെല്ലാം നമ്മുടെ ഓൾഡ് ജനറേഷൻ ചെയ്തിരുന്നത് തന്നെയാണ്. നമ്മുടെ ഓൾഡ് ജനറേഷൻ മാച്ച് മേക്കിംഗ് പ്രോസസ്സിൽ എല്ലാവരും ചെയ്തിരുന്നത് തന്നെയാണ്. ഒരു എൻക്വയറി ഫോൺ ചെയ്ത് അന്വേഷിക്കുക എന്താണ് അവരുടെ സോഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആ ഫാമിലിയുടെ അല്ലെങ്കിൽ ആ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെ എന്നൊക്കെ ഇതൊക്കെ ഓൾഡ് ജനറേഷൻ ചെയ്തുകൊണ്ട് വന്നിരുന്ന കാര്യമാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഓൾഡ് ജനറേഷന്റെ കാര്യങ്ങളും ന്യൂ ജനറേഷനുമായിട്ട് കുറച്ച് അപ്ഡേറ്റഡ് ആക്കി നമ്മൾ മിക്സ് ആക്കിയിട്ട് എങ്ങനെ ഒരു നല്ലൊരു മാരേജ് നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ടോപ്പിക്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം എന്താണ് ആ 5 പോയിന്റ്സ് മാൻഡേറ്ററി. ഇതിനേക്കാൾ ഒരുപാട് കൂടുതൽ പോയിന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ സ്വയം റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് പറ്റിയ പോയിന്റ്സ് എന്താണോ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങളുടെ ചെക്ക് ലിസ്റ്റ്. മാരേജ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ചെക്ക് ലിസ്റ്റ്, പ്രോപ്പർ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക. അപ്പം നിങ്ങൾക്കും മാരേജിനെ കുറിച്ചിട്ടുള്ള പേടിയൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാം നമ്മൾ പേടിച്ചിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ പേടിച്ചിട്ട് തന്നെ ഏറ്റെടുത്തിരിക്കണം. അപ്പൊ ചില പ്രോജക്റ്റ് സക്സസ്ഫുൾ ആകും, ചില പ്രോജക്റ്റ് ഫെയിലിയർ ആകും. നമുക്കറിയില്ല, നമ്മൾ ചെയ്താലേ നമുക്ക് അറിയുള്ളൂ എത്രമാത്രം അത് സക്സസ്ഫുൾ ആവും, എത്രമാത്രം ഫെയിലിയർ ആവുമെന്ന്. അതുകൊണ്ട് പേടിച്ചിട്ട് കല്യാണം, മാരേജ് പോലെയുള്ള നല്ലൊരു സിറ്റുവേഷന് അവോയ്ഡ് ചെയ്യാതെ ആ പ്രോജക്റ്റിനെ ഏറ്റെടുക്കും, ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കും. ആൻഡ് എങ്ങനെ പ്രോബ്ലംസ് ആൻഡ് കോൺഫ്ലിക്ട്സിനെ ആൻഡ് എറേഴ്സിനെ മിനിമൈസ് ചെയ്യാമെന്നും കൂടി നിങ്ങളും
നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അഗെയിൻ ലെങ്തി ആയോ എന്നറിയില്ല. അഗെയിൻ ഞാനൊന്ന് സമറൈസ് ചെയ്യാം എന്താണ് ഈ 5 പോയിന്റ്സ് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണെന്നാൽ എന്തായാലും മാൻഡേറ്ററിലി ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് പോകുക, കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തികൾ. പിന്നെ മാരി ചെയ്യാൻ പോകുന്ന ആളെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിമിലർ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉള്ളവരാണെങ്കിൽ കൂടുതലും കോമ്പാറ്റബിലിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓർ സിമിലർ ഫാമിലി പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിലും കുറെ കൂടി ഫാമിലി കോമ്പാറ്റബിലിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ ഓരോ വ്യക്തിയെ മാത്രമല്ല ഫാമിലിയുടെയും കൂടി ഭാഗമാകാനാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു ഫാമിലി കോമ്പാറ്റബിലിറ്റി എപ്പോഴും നല്ലത് തന്നെയാണ്, പ്രോബ്ലംസ് മിനിമൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്താണെന്നാൽ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി. എന്തായാലും ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി ഇൻക്ലൂഡ് ചെയ്യിക്കുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്തായാലും നിങ്ങളുടെ വുഡ് ബിയുമായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫിനാൻഷ്യൽ ആംബിഷനും ഷെയർ ചെയ്യുക. ഫോർത്ത് പോയിന്റ് എന്താണെന്നാൽ വാല്യൂ സിസ്റ്റം, സിമിലർ വാല്യൂ സിസ്റ്റം, ഗോൾസ്, ഇൻട്രസ്റ്റ് അതൊക്കെ ഉള്ളവരാണെങ്കിൽ അഗെയിൻ നിങ്ങൾക്ക് പ്രോബ്ലംസ് ആൻഡ് എറേഴ്സ് ആൻഡ് ഫ്രസ്ട്രേഷൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് നിങ്ങളുടെ ഓറിയന്റേഷൻ എന്തായാലും നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ. പിന്നെ അതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, എന്തെങ്കിലും സർജറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ വുഡ് ബിയുമായിട്ട് എന്തായാലും ഷെയർ ചെയ്യുക. ആ ഒരു ട്രാൻസ്പാരൻസിയും നിങ്ങളുടെ ലൈഫിൽ ഒരു ലൈഫ് ലോങ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ പോയിന്റ്സും കവർ ചെയ്തു എന്നുള്ളത്. ആസ് ഓൾവേസ് നിങ്ങളുടെ സജഷൻസ്, ഐഡിയാസ് എല്ലാം ആർ വെൽക്കം. ആൻഡ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. അണ്ടിൽ വി മീറ്റ് അഗെയിൻ നെക്സ്റ്റ് ടൈം. ബൈ.